إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النظير والمثيل والشبيه وأشهد أن محمدًا عبده ورسوله أرسله بالهدى بشيرًا ونذيرًا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأفضل الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോകങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കണമെന്നും ആ വിഷയത്തിൽ തഖ്വ കൈമുതലാക്കണമെന്നും ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. സഗൗരവം അതുണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു സുഹൃതവാന്മാർക്കായി തയ്യാറാക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിൽ നാഥൻ നാം ഏവരെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ചരിത്രം കഴിഞ്ഞുപോയ കുറേ സംഭവങ്ങളല്ല. നമ്മളൊക്കെ ചരിത്രം വായിക്കുന്നവരാണ്, കഥാരൂപത്തിലും ചരിത്ര നോവലുകളായും ഒക്കെ. അറിയാനും പാഠം ഉൾക്കൊള്ളാനുള്ളതുമാണ് ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചുകൊണ്ടിരുന്ന കാലത്ത് ലോകത്തിലെ രണ്ട് മഹാശക്തികളായിരുന്നു കിഴക്കൻ റോമും പേർഷ്യയും. ഒരിക്കൽ പേർഷ്യക്കാർ റോമിനെ തോൽപ്പിച്ചു. രണ്ട് വൻ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടി. റോമ പരാജയപ്പെട്ടു. നമ്മൾ ഈ റോം എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ ഇറ്റലിയുടെ തലസ്ഥാന റോമിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, കിഴക്കൻ റോം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. ഈ പോരാട്ടത്തിൽ സ്വാഭാവികമായും ലോകത്ത് രണ്ട് ശക്തികൾ തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെടുമ്പോൾ, മത്സരിക്കുമ്പോൾ ആളുകൾ അതിൻ്റെ പക്ഷം ചേരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഫുട്ബോൾ കളിയിലെ ആളുകളൊക്കെ പല ടീമിൻ്റെ പക്ഷം പിടിച്ചവരാണ്. യുദ്ധം നടക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇറാൻ അമേരിക്കൻ യുദ്ധത്തിൽ കുറച്ച് ആൾക്കാർ ഇറാൻ്റെ ഒപ്പം, അമേരിക്കൻ്റെ ഒപ്പം, അത് ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പേർഷ്യ റോമിനെ തോൽപ്പിച്ചതോടെ മക്കയിലെ മുശ്രിക്കുകൾ ഇതിൽ വല്ലാതെ ആഹ്ലാദിച്ചു റോമൻ തോറ്റപ്പോൾ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പേർഷ്യക്കാർ വിഗ്രഹാരാധകരാണ്, മജൂസികൾ അഗ്നി ആരാധകരാണ്. മക്കാർ വിഗ്രഹാരാധകരും ഇവർ അഗ്നി ആരാധകരുമാണ്. ശിർക്കിന്റെ വിഷയത്തിൽ ഒരു തുല്യരാണെന്നർത്ഥം.
അപ്പൊ അള്ളാഹ് അല്ലാത്ത വേറെ പലതിനെയും ആരാധിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഇവർ തമ്മിൽ അങ്ങനെ ഒരു അന്തർധാരയുണ്ട്. മുസ്ലിങ്ങളാവട്ടെ റോമിന്റെ വിജയമാണ് ആഗ്രഹിച്ചത്. അതിന്റെ കാരണം റോം എന്നുള്ളത് അഹ്ലു കിതാബുകാരാണ്, ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ നമ്മളെപ്പോലെ തന്നെ വഹയിലും പ്രവാചകന്മാരിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ വിഷയത്തിൽ അവർക്ക് പ്രശ്നമുള്ളൂ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് വന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരെയും അവർ ഉൾക്കൊള്ളുന്നുണ്ട്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. ശിർക്ക് വേറെ വഴിക്ക് വരുന്നേ ഉള്ളൂ. മലക്കുകൾ വിശ്വസിക്കുന്നുണ്ട്, അന്ത്യദിനം അവർക്കുണ്ട്. ഇങ്ങനെ കിതാബുകളിൽ ഈ വിശ്വാസങ്ങളൊക്കെ അവർക്കുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബന്ധത്തിന്റെ പേരിൽ റോം ജയിക്കണമെന്ന് മുസ്ലിങ്ങൾ ആഗ്രഹിച്ചു. ഇത് വിശുദ്ധ ഖുർആനിൽ സൂറത്തു റൂം എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് ഖുർആനിൽ. റോമ എന്ന പേരിൽ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. സൂറത്തു റൂമിന്റെ ആദ്യത്തെ ആയത്തുകളിൽ അള്ളാഹു ഈ യുദ്ധം പരാമർശിക്കുന്നുണ്ട്. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർള് വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂന ഫീ ബിദ്ഇ സിനീൻ വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂന ബിനസ്രില്ലാ. ആയത്ത് അങ്ങനെ പോകുന്നുണ്ട്. അള്ളാഹ് പറയാണ് ഗുലിബത്തിർ റൂം, റോം തോറ്റുപോയി. റോം തോറ്റു. ഫീ അദ്നൽ അർള്, ആ സ്ഥലം, യുദ്ധം നടന്ന ആ സ്ഥലത്തിനെ കുറിച്ചിട്ട്, ആ പ്രദേശത്തെ സൂചിച്ച് പറയാം, ഒരു താഴ്ന്നൊരു പ്രദേശം. അവിടെ വെച്ചിട്ടാണ് റോമും ഈ പെർഷ്യയും തമ്മിൽ യുദ്ധം നടന്ന് തോറ്റു പോണത്. പക്ഷെ വഹും മിൻ ബഅദി ഗലബിഹിം, ഈ തോൽവിക്ക് ശേഷം സയഗ്ലിബൂൻ, റോമ ജയിക്കാൻ പോവാണ്. അള്ളാഹ് പറയാണ്. ഇപ്പം ആ തോൽവി എങ്ങനെയാണെന്നറിയോ? ആ തോൽവി ചെറിയ തോൽവി എന്നല്ല, കനത്ത തോൽവിയായിരുന്നു. അമ്പെ പരാജയപ്പെട്ടു എന്നാണ്. പേർഷ്യയുടെ രാജാവ് റോമ രാജാവിന്റെ സ്ഥാനപ്പേരും കൂടി ഇയാള് സ്വയം ഏറ്റെടുത്തു. അത്രത്തോളം ഒന്നും ഇല്ലാതായി മാറി. ഇപ്പൊ ഖുർആൻ പ്രവചിക്കുകയാണ് മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, റോമ ജയിക്കാൻ പോവാണ്. അതിനത്ര അതേ താമസമൊന്നുമില്ല. ഫീ ബിദ്ഇ സിനീൻ, ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ റോമയുടെ ആധിപത്യം തിരിച്ചുപിടിക്കും. വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂന ബിനസ്രില്ലാ, പടച്ചോന്റെ സഹായം കൊണ്ട് അന്ന് വിശ്വാസികൾ സന്തോഷിക്കും. നമ്മൾ വശം പിടിച്ചിരിക്കുന്ന റോം ജയിക്കുമ്പോഴേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ വിശ്വാസികൾ ജയിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ആയത്തിറക്കുന്നു. നമുക്ക് അസാധ്യമായി തോന്നിയ ഈ ഖുർആന്റെ ഈ പ്രവചനം ഏതാനും വർഷങ്ങൾക്കകം യാഥാർത്ഥ്യമായി. ഇത് ഖുർആന്റെ അത്ഭുതം പറയുന്ന കൂട്ടത്തിൽ, മോജിസത്ത് പറയുന്ന കൂട്ടത്തിൽ, ചരിത്രത്തിൽ ഖുർആൻ കുറെ മോജിസത്ത്, ഖുർആൻ പല കാര്യത്തിലും മോജിസത്ത് ഉണ്ടാവും. അതിൽ ഖുർആൻ ചരിത്രം, അതായത് ലോകത്ത് സംഭവിക്കാൻ പോകുന്ന, ഇപ്പം അത് നമുക്കിപ്പോ ചരിത്രമായത്, ഖുർആൻ ഈ അവതരിക്കുന്ന കാലത്ത് ഈ സംഭവം വരാൻ പോകുന്ന കാലമാണ്. അത് യാഥാർത്ഥ്യമായി. അന്ന് റോമയുടെ ഭരണാധികാരി ഹിർക്കലാണ്. ഞാൻ ഈ കഥ പറയുന്ന ഹിർക്കലിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഹിർക്കലിന്റെ നേതൃത്വത്തിലാണ് റോമാക്കാർ പേർഷ്യയെ പരാജയപ്പെടുത്തി. ഹെറോക്ലിയസ് എന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ ചരിത്രം പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പഠിക്കുന്ന ആ രാജാവ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് റോമ ഭരിച്ചത് ഹിർക്കലാണ്. അതേ ഹിർക്കലിന്റെ കൈകളിലാണ് പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തെത്തുന്നത്. ഹുദൈബിയ ഉടമ്പടിക്ക് ശേഷം മക്കയില് ബദറും മുഹദും ഒക്കെ കഴിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കുകൾ തമ്മിലുണ്ടാക്കിയ കരാറാണല്ലോ ഹുദൈബിയ കരാർ, യുദ്ധമില്ലാ കരാർ. ഈ യുദ്ധമില്ലാ കരാർ നിലയിൽ വന്നതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ലോകത്തുണ്ടായിരുന്ന രാജാക്കന്മാർക്ക് കത്തയച്ചു, തന്റെ പ്രവാചകത്വം വ്യക്തമാക്കിക്കൊണ്ട്. ആ രാജാക്കന്മാരെയൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കത്ത് തയ്യാറാക്കിയിട്ടു. ആ കൂട്ടത്തിൽ വിവിധ രാജാക്കന്മാർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ച കൂട്ടത്തിൽ റോമൻ ചക്രവർത്തി ഹിർക്കലിനും റസൂൽ ഒരു കത്തയച്ചു. ദിഹയ്യത്തുൽ കൽവി എന്ന പേരുള്ള ഒരു സഹാബിയാണ് ഈ കത്തും കൊണ്ട് റോമ ചക്രവർത്തിയുടെ അടുക്കലേക്ക് പോകുന്നത്. നേരിട്ട് കൊണ്ടേ കൊടുക്കുകയല്ല ചെയ്ത്, ചക്രവർത്തിയുടെ സാമന്ത രാജാവ് വേറെ ഉണ്ട്, അയാൾക്ക് കൊണ്ടേ കത്ത് കൊടുത്തു. അവിടെ നിന്ന് പിന്നെ ആ കത്ത് അങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് ഇത് ഹിർക്കലിന്റെ സദസ്സിലെത്തി, ഹിർക്കലിന്റെ കയ്യിലെത്തി. ഹിർക്കലിന്റെ കയ്യിൽ ഈ കത്തെത്തുമ്പോ ഷാമിൽ അന്ന് കച്ചവടത്തിലുണ്ടായിരുന്ന, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദ്ധവൈരിയായിരുന്ന അബൂ സുഫിയാൻ ബിസിനസ് ആവശ്യാർത്ഥം അന്ന് ഷാമിലുണ്ട്. അപ്പോൾ ഈ കത്ത് കിട്ടിയപ്പോഴത്തേക്ക് ഹിർക്കൽ പറഞ്ഞു എന്നാണ്, ആരെങ്കിലുമൊക്കെ അറബികൾ ഈ പരിസരത്തുണ്ടെങ്കിൽ അവരൊന്ന് വിളിച്ചോണ്ട് വാ, ഒന്ന് വിശദമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. അങ്ങനെ അബൂ സുഫിയാനെ വിളിച്ചു വരുത്തിയിട്ട് അബൂ സുഫിയാനെ മുമ്പിൽ നിർത്തിയിട്ട് ട്രാൻസ്ലേറ്ററെ കൊണ്ടുവന്നു.
ഇയാൾക്ക് അറബി അറിയില്ലല്ലോ ഹിർക്കലിന്. അബൂ സുഫിയാൻ അറബിയാണ്. അപ്പൊ ട്രാൻസ്ലേറ്റർ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, അബൂ സുഫിയാന്റെ കൂടെയുള്ളവരെയും കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, അബൂ സുഫിയാൻ എന്തെങ്കിലും തെറ്റാ പറയുന്നെങ്കിൽ നിങ്ങൾ തിരുത്തണം. അപ്പൊ രാജസഹസാണ്, കള്ളം പോലും പറയാൻ പറ്റില്ല അവിടെ. അബൂ സുഫിയാൻ പറയുന്നുണ്ട്, ഒരു അവസരം കിട്ടിയാൽ ഞാൻ കള്ളം പറഞ്ഞേനെന്ന്. നമ്മുടെ വിഷയം അതല്ല. ഹിർക്കൽ ഇങ്ങനെ ചോദിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്, കൈഫൻ അസബു ഹൂഫിക്കും. ഇതിങ്ങനെ സ്വഹീൽ ബുഖാരി വന്ന സംഭവമാണ് കേട്ടോ, ഇത് കഥയല്ല. ഈ കഥ ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി അങ്ങനെ തന്നെ ഈ ഹിർക്കലിന് കത്ത് കിട്ടിയതും ഹിർക്കൽ പിന്നെ അബൂ സുഫിയാനെ വെച്ചിട്ട് വിചാരണ നടത്തുന്നതുമായി സംഗതി ഇങ്ങനെ ഒരു പേജ് ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഹിർക്കൽ ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഈ പ്രവാചകന്റെ കുടുംബ പാരമ്പര്യം എങ്ങനെയാണ്, അദ്ദേഹത്തെ തറവാടിത്തെ എങ്ങനെയാണ്? അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, അദ്ദേഹം നല്ല തറവാടിയാണ്. ഒന്നാമത്തെ ചോദ്യം. പിന്നെ ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനത്തെ ഒരു അവകാശവാദവുമായി അവിടെ വന്നിട്ടുണ്ടായിരുന്നോ? പ്രവാചകത്വം വാദിച്ചുകൊണ്ട് വേറെ ആരെങ്കിലും ഇതിനും വന്നിട്ടുണ്ടായിരുന്നോ? അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, ഇതിനു മുമ്പേ അങ്ങനെ ആരും വന്നിട്ടില്ല. പിന്നെ ഹിർക്കലിന്റെ അടുത്ത ചോദ്യം, ഈ മുഹമ്മദ് പ്രവാചകന്റെ പ്രപിതാക്കന്മാരിൽ ആരെങ്കിലും രാജാക്കന്മാരായിട്ടുണ്ടായിരുന്നോ? രാജവംശത്തിൽ പറഞ്ഞയാളാണോ എന്നാ ചോദിച്ചത്. അബൂ സുഫിയാൻ പറഞ്ഞു, അങ്ങനെയില്ല. അടുത്ത ചോദ്യം, നിങ്ങളുടെ സമൂഹത്തിലെ മേലാളന്മാരാണോ താഴേക്കിടയിലുള്ളവരാണോ ഇദ്ദേഹത്തെ പിന്തുടരുന്നത്? അപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, ളുഅഫാഉഹും, പച്ച പാവങ്ങളാണ് ഈ നബീന്റെ കൂടെ കൂടിയിട്ടുള്ളത്, തറവാടികളാരും കൂടിയിട്ടില്ല. അടുത്ത ചോദ്യം, ഇവരുടെ എണ്ണം കൂടുന്നോ കുറയുന്നോ? ഇസ്ലാം വളരുകയാണോ അതല്ല ഉണ്ടായിരുന്നതിനേക്കാൾ അംഗസംഖ്യ താഴത്തേക്കാണോ പോണതെന്നാ? അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, എണ്ണം കൂടുകയാണ്. അടുത്ത ചോദ്യം, ഈ മതം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എക്സ് മുസ്ലിങ്ങൾ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? അതെ ചോദ്യം. ആരെങ്കിലും ഒഴിവാക്കി പോകുന്നുണ്ടോ മതം പറ്റില്ല എന്ന് പറഞ്ഞിട്ട്? അപ്പൊ അബൂ സുഫിയാൻ, അങ്ങനെ ആരും പോണില്ല, കയറിയ ആൾക്കാർക്ക് അവിടെ തന്നെ മെമ്പർഷിപ്പ് എടുത്ത് നിൽക്കുകയാണ്, ആരും ഇവിടെ നിന്ന് രാജിവെച്ച് പോകുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം, ഇദ്ദേഹം മുമ്പ് കള്ളം പറയാറുണ്ടായിരുന്നു? അല്ലമീൻ അസാദിഖ് എന്ന് പറഞ്ഞിട്ട് മക്കയിൽ പേര് കേട്ട് പുകഴ്പെറ്റ റസൂലിനെ കുറിച്ചിട്ട് അബൂ സുഫിയാനോട് ചോദിക്കുകയാണ് ഹിർക്കൽ, മുമ്പ് കള്ളം പറയാറുണ്ടായിരുന്നോ? അപ്പൊ അബൂ സുഫിയാൻ സത്യസന്ധമായ, കള്ളം പറയാൻ പറ്റില്ലല്ലോ, ആളുകൾ കൂടെയുണ്ട്. കളവ് പറയാറില്ലായിരുന്നു. വഞ്ചിക്കാറുണ്ടായിരുന്നോ? ആരെയെങ്കിലും ചതിച്ചിട്ടുണ്ടോ? അതും സംഭവിച്ചിട്ടില്ല. നിങ്ങളും അദ്ദേഹം തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? പോരാട്ടം നടത്തുന്നുണ്ടോ? ബദർ ഉഹദൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം. പോരാട്ടം നടന്നു. ബദർ ഉഹദ് ഖന്ദഖ് കഴിഞ്ഞിട്ടാണ് സംഭവം. ഹുനൈൻ പിന്നീട് വരുന്നതാണ്. അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, ഞങ്ങളും മുഹമ്മദും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്. എന്തായിരുന്നു യുദ്ധത്തിന്റെ പരിണിതി? അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, ചില യുദ്ധത്തിൽ ഞങ്ങൾ ജയിക്കും, ചിലതിൽ അദ്ദേഹം ജയിക്കും. അത് ഊഹദിലെ പരാജയത്തെ കുറിച്ചിട്ടാ പറഞ്ഞത്. ബദറിൽ മുസ്ലിങ്ങൾ ജയിച്ചു, ഊഹദിൽ മുസ്ലിങ്ങൾ ജയിച്ചില്ല. അപ്പൊ അതൊരു പരാജയമാണല്ലോ, സമനില പ്രഖ്യാപിച്ചെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ചോദ്യം, എന്താണ് ഇദ്ദേഹം കൽപ്പിക്കുന്നത് നിങ്ങളോട്? എന്താണ് നിങ്ങളോട് ഈ മനുഷ്യൻ കൽപ്പിക്കുന്നത്? അപ്പൊ അബൂ സുഫിയാൻ എന്ന് പറഞ്ഞ അന്ന് ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ ഈ മനുഷ്യൻ പറയാണ്, ഇസ്ലാമിനെ ഇങ്ങനെ വരച്ച് കാണിക്കുന്ന ഹിർക്കലും, ഏകനായ അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ, ആ അള്ളാഹുവിനോട് വേറൊന്നിനെയും പങ്കാളിയാക്കല്ലേ. നിങ്ങളെ പ്രപിതാക്കന്മാർ പറഞ്ഞിരുന്ന പൊള്ളത്തരത്തേക്ക് ഉപേക്ഷിക്ക്. പിന്നെ അദ്ദേഹം ഈ മുഹമ്മദ് ഞങ്ങളോട് പറയുന്നത് നിസ്കരിക്കാൻ കൽപ്പിക്കുന്നുണ്ട്, സദക്ക കൊടുക്കണമെന്ന് പറയുന്നുണ്ട്, പാതിവൃത്യം നടപ്പിലാക്കണമെന്ന് പറയുന്നുണ്ട്, കുടുംബ ബന്ധം ചേർക്കണമെന്ന് പറയുന്നുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ തന്നെ അബൂ സുഫിയാൻ ഇങ്ങനെ ഹിർക്കലിന്റെ മുമ്പിൽ ഇങ്ങനെ പറയാണ്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹിർക്കൽ എന്താ പറഞ്ഞെന്നറിയോ? നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഞാനിപ്പോ ഈ നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, എന്റെ സിംഹാസനത്തിന്റെ അടിഭാഗത്തും ഈ മനുഷ്യന്റെ അധികാരമെത്തും. ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ പ്രവാചകന്റെ അടുക്കൽ പോയി അദ്ദേഹത്തിന്റെ കാല് കഴുകി കൊടുത്തേനെ. ആരാ പറയുന്നറിയോ? റോമാ ചക്രവർത്തി ഹിർക്കൽ. എനിക്ക് അങ്ങോട്ട് പോകാൻ എന്റെ മനസ്സ് തുടിക്കുന്നുണ്ട്, പക്ഷെ എത്തിപ്പെടാൻ മാർഗമില്ലല്ലോ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ കത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ആ കത്തിലൂടെ ഇങ്ങനെ അറബി അറിയാതെ ഹിർക്കൽ ഇങ്ങനെ കത്തിങ്കിലൂടെ ഇങ്ങനെ കണ്ണോടിച്ചു. ശേഷം ഇദ്ദേഹം ആ നാട്ടിലെ പ്രഭുക്കന്മാരെയൊക്കെ വിളിച്ചു. ഈ ഹിർക്കൽ എന്ന് പറഞ്ഞാൽ വെറും രാജാവ് മാത്രമല്ല, ചരിത്രത്തിൽ കാണാൻ അദ്ദേഹം ആ നാട്ടിലെ ബിഷപ്പും കൂടിയായിരുന്നതാണ്. ഈ ക്രിസ്ത്യൻ ഭരണത്തിനൊരു പ്രത്യേകതയുണ്ട്, അവിടെ രാജാവിന് മതത്തിലെ ഒരു വലിയ സ്ഥാനം ഉണ്ടാവും.
മതമേലധ്യക്ഷനായിരുന്ന ബിഷപ്പായിരുന്ന ഹെറോക്ലിയസ് ചക്രവർത്തി തന്റെ പ്രഭുക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ചേലാകർമ്മം ചെയ്യപ്പെട്ട ഒരു രാജാവ് പ്രത്യക്ഷപ്പെടാൻ സമയമായിരിക്കുന്നു എന്ന് നക്ഷത്രം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഇദ്ദേഹം ജ്ഞാനമുള്ള ആളായിരുന്നു. എനിക്ക് മനസ്സിലായി. ഇത് വിളിച്ചിട്ട് പറയാണ്, ആരാണ് ഇങ്ങനെ ചേലാകർമ്മം ചെയ്യപ്പെട്ട രാജാവ് എന്നൊന്ന് അന്വേഷിക്കൂ എന്ന് പറഞ്ഞപ്പോഴത്തെ പ്രഭുക്കന്മാർ പറഞ്ഞു, അത് ജൂതന്മാരാണല്ലോ ചേലാകർമ്മം ചെയ്യുക. ഏതായാലും ജൂതഗോത്രത്തിൽ ഇതുവരെ രാജാവൊന്നും ഇല്ല എന്ന് നമുക്കറിയാം, നിങ്ങളതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട രാജാവേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹം വിടാൻ തയ്യാറായില്ല. ഇദ്ദേഹം പിന്നെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അറബികൾ ചേലാകർമ്മം കഴിക്കാറുണ്ടെന്ന് മനസ്സിലായി. ഇങ്ങനെ കഥ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ടോ? കഥ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ചക്രവർത്തി മുസ്ലിം ആയില്ലേ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും? എന്തുകൊണ്ട് ഇദ്ദേഹം മുസ്ലിം ആയില്ലേ? ഇദ്ദേഹം മുസ്ലിം ആയില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് മുഅത്ത തുടങ്ങിയ യുദ്ധങ്ങളിൽ റസൂലും സംഘവും ഏറ്റുമുട്ടിയത് ഈ ഹിർക്കലിനോടാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സർട്ടിഫിക്കേഷൻ കൊടുത്ത ഹിർക്കൽ, ഞാൻ അദ്ദേഹത്തിന്റെ കാല് കഴുകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഹിർക്കലിനോടാണ് മുസ്ലിം സൈന്യം മുഅത്ത യുദ്ധത്തിൽ പോരാടിയത്, തബൂക്ക് യുദ്ധത്തിൽ പോരാടിയത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഖുദ്സും ഷാമും കീഴടക്കുമ്പോൾ അവിടെ നിന്ന് ഈ ഹിർക്കൽ ചക്രവർത്തി കരഞ്ഞോണ്ട് പോകുന്ന രംഗമുണ്ട്. ഷാമേ വിട, എത്ര മനോഹരമായ ദേശമാണ് നീ, എനിക്ക് നിന്നെ വിട്ടുപോകേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഹിർക്കൽ ചക്രവർത്തി അവിടെ നിന്ന് പിന്നെ ഓടിയിട്ട് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക്, വേറെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിളിൽ പോയി അദ്ദേഹം അവിടെ ഇരുന്നു. ഇസ്ലാം ഇത്രത്തോളം മനസ്സിലായിട്ട് ഒരാൾക്ക് മുസ്ലിമാകാൻ അവസരം കിട്ടുന്നില്ല. കുറേ ചോദ്യങ്ങൾ ഇവിടെ ശേഷിക്കുന്നുണ്ട്, കുറേ ചോദ്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു വേള റോമായെ പിന്തുണച്ച റോമും പേർഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് മക്കാരോട് ബെറ്റ് വെച്ച മുസ്ലിങ്ങൾ, അബൂബക്കർ റളിയല്ലാഹു ബെറ്റ് വെച്ചു എന്നാണ്, ഒട്ടകവുമായിട്ട് ഇത്ര ഒട്ടകം തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ റസൂൽ പറഞ്ഞ ഇല്ല, ബെറ്റ് ഇതൊക്കെ കൂട്ടിക്കൊടുക്ക്, കാരണം മുസ്ലിങ്ങൾ ജയിക്കാൻ പോകണല്ലോ, റോം ജയിക്കാൻ പോകണല്ലോ. ആ മുസ്ലിങ്ങള് പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഇതേ റോമിനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദരവ് പ്രകടിപ്പിച്ച ഹിർക്കലിനെതിരെ പലവട്ടം മുസ്ലിങ്ങൾക്ക് പോരാടേണ്ടി വരുന്നുണ്ട്. ഉത്തരം വ്യക്തമാണ്. രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുമ്പോ നയവും മാറും. ഇന്നും ഇങ്ങനെ തന്നെ കാര്യങ്ങള് നോക്കൂ. 1-2 ലോക യുദ്ധങ്ങളിൽ തുർക്കി ഖിലാഫത്തിനെതിരെ പണിയെടുക്കുകയും ഇസ്രായേൽ രാജ്യത്തെ ഉണ്ടാക്കാൻ വേണ്ടി അതിനു വേണ്ടുന്ന എല്ലാ പിന്തുണയും കൊടുത്തിരുന്ന പഴയ ചില രാഷ്ട്രങ്ങളുണ്ടല്ലോ, ഇന്ന് അവിടെ ലൈനൊക്കെ മാറിയിട്ടില്ലേ? ആലോചിച്ച് നോക്കി. ഇപ്പൊ സ്പെയിൻ ഉദാഹരണമാണ്. ഒരു കാലത്ത് ഇസ്രായേലിന്റെ ഒപ്പമായിരുന്നു സ്പെയിന്, ഇന്നിപ്പോ ഇസ്രായേലിന്റെ ബദ്ധവൈരിയായി മാറിയിരിക്കുകയാണ്. അപ്പൊ രാഷ്ട്രീയം എങ്ങനെയാണ് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതി അല്ലെ, ഇസ്രായേലിന്റെ സ്ഥാപനം, ഇതൊക്കെ അനീതിയുടെ മേലാണ് നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും മുമ്പ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും തിരിഞ്ഞിട്ടുണ്ട്. അതേസമയം മുമ്പ് എതിർത്തിരുന്ന കുറെ ആൾക്കാർ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ലോകത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ നിലപാട് മാറുമ്പോഴത്തേക്കും മുസ്ലിമീങ്ങൾക്ക് അവരോടുള്ള നയവും മാറ്റേണ്ടി വരുന്നുണ്ട്. ഹിർക്കൽ ചക്രവർത്തിക്കെതിരെ മുസ്ലിങ്ങൾക്ക് പോരാടേണ്ടി വന്നത് ഇതുകൊണ്ടാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്താണ് ഹിർക്കലിന് സംഭവിച്ചതെന്നുള്ളതാണ്. ഹിർക്കലിന് എന്താ സംഭവിച്ചത്? ഹിർക്കലിന് സത്യം അറിയാൻ കഴിഞ്ഞു. പ്രവാചകത്വത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത അദ്ദേഹം അംഗീകരിച്ചു. പക്ഷേ അധികാരത്തോടുള്ള ആസക്തി കാരണമായിട്ട്, സിംഹാസനം വിട്ടൊഴിയാനുള്ള മടി കാരണമായിട്ട് ഇദ്ദേഹം തന്റെ ജനങ്ങളേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എന്നാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ പ്രവാചകന്റെ കൂടെ കൂടിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലിരുന്നിട്ട് തന്റെ കൊട്ടാരത്തിന്റെ വാതിലുകളൊക്കെ അടക്കാൻ പറഞ്ഞു. വാതിലുകളൊക്കെ അടച്ചിട്ട് മട്ടുപ്പാവിൽ കയറി ജനങ്ങൾക്ക് ദർശനം കൊടുത്തുകൊണ്ട് ഹിർക്കൽ ചക്രവർത്തി അന്ന് പറയാണ്, ദിഹിയത്തുൽ കൽബി എന്ന സഹാബി കത്തും കൊണ്ട് വന്ന ആ സമയത്ത്, നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ മുസ്ലിങ്ങളുടെ കൂടെ കൂടിക്കോ, മുസ്ലിം ആയിക്കോ. അപ്പോൾ ആളുകൾ വല്ലാതെ ബഹളം ഉണ്ടാക്കിയെന്നാണ്, എറിഞ്ഞു കൊല്ലാൻ വേണ്ടി രാജാവിനെ. അപ്പൊ രാജാവ് അടുത്ത തന്ത്രം പറ്റി, അല്ലല്ല, ഞാൻ നിങ്ങളോട് മുസ്ലിമാകാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തോടുള്ള കൂറെത്തരണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ പരിശോധന നടത്തിയതാണ്, അതുകൊണ്ട് ഞാൻ അവിടെ കൂടെ ഒന്നും കൂടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമാകാനുള്ള ശ്രമം അദ്ദേഹം ഉപേക്ഷിച്ചു എന്നാണ്. അപ്പൊ സത്യം അറിഞ്ഞിട്ടും അധികാരത്തോടുള്ള ആസക്തിയാണ് അദ്ദേഹത്തെ ഇസ്ലാമിൽ നിന്ന് തുടങ്ങിയത്. സൂറത്തു നംലിലെ 14-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ഇവർ നിഷേധിക്കുകയാണ്, ഇസ്ലാമിനെ ഒഴിവാക്കണം. അവിടെ മനസ്സത് ഉൾക്കൊള്ളുമ്പോഴും മനസ്സത് പരമസത്യ എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവായിരുന്നിട്ടും പേർഷ്യയെ പരാജയപ്പെടുത്തിയവനായിട്ടും വലിയ സൈനിക വിജയം നേടിയവനായിട്ടും, ഇന്നത്തെ അമേരിക്കയൊക്കെ പോലെ, അദ്ദേഹത്തിന് മുസ്ലിം ആകാൻ കഴിഞ്ഞില്ല എന്നത് നമ്മളെ പഠിപ്പിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിനെ ഏറ്റവും വലുതായി കാണുന്ന ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നേരിൻ്റെ കൂടെ എന്നും നിലകൊള്ളാനുള്ള വലിയ മനസ്സ് നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. സത്യത്തിന്റെ വഴിയിൽ പടച്ച തമ്പുരാൻ നമ്മുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കുക, തഖ്വ മുറുകെ പിടിക്കുക. കാരുണ്യവാനായ നാഥൻ നാം ഏവരെയും മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഹിർക്കലിൻ്റെ കഥയിൽ മൂന്നാമത്തൊരു വലിയ പോയിന്റ്, ലോകവിജയം ലഭിച്ചതുകൊണ്ട് ആരും അള്ളാഹുവിങ്കൽ വിജയിയായി തീരുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു ഒരാൾക്ക് അധികാരവും സമ്പത്തും ബുദ്ധിയും അറിവും എല്ലാം നൽകാം. ഇതൊക്കെ ഹിർക്കൽ ഉണ്ടായിരുന്നല്ലോ. വേദപണ്ഡിതനാണ്, ബുദ്ധിയുള്ളവനാണ്, ജ്ഞാനിയാണ്. പക്ഷെ എല്ലാത്തിനേക്കാളും വില കൽപ്പിക്കേണ്ടത് ഈമാനിനായിരിക്കണം. അതായത് നമ്മളിലും ഒരു ഹിർക്കൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി കഥ ഇങ്ങനെ പറഞ്ഞു കഥ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ല, കഥകൾ നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് ഇബ്റത്തുൻ ലി ഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാർക്കുള്ള പാഠം അതിൽ നിന്ന് കിട്ടുക. നമ്മളിൽ ഒരു ഹിർക്കലുണ്ട്. എന്താണ്? സത്യം തിരിച്ചറിഞ്ഞിട്ടും അത് മാറ്റിവെക്കുന്നൊരു സ്വഭാവം ഇല്ലേ? ഇപ്പൊ നിസ്കാരത്തിന്റെ പ്രാധാന്യം അറിയില്ലാത്ത ആൾക്കാരെല്ലാം നിസ്കാരം ഉപേക്ഷിക്കുന്നവരൊക്കെ അറിയാം. അത് വാജിബാന്നറിയാം, ഒഴിവാക്കിയിട്ട് കാര്യമില്ലെന്നറിയാം. അതിന് ആരോഗ്യ വശങ്ങൾ ധാരാളം ഉണ്ടെന്നറിയാം. ഖുറാന്റെ വഴി നമുക്കറിയാം. ഖുറാൻ നമ്മൾ പഠിക്കുന്നു, കേൾക്കുന്നു. ഹറാമു ഹലാലും അറിയാം. പലിശയെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും വേണമെങ്കിൽ ക്ലാസ് അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ പറ്റും. പിന്നെയും പോയി പലിശ ചെന്ന് ചാടും. സ്വഭാവ ഗുണത്തിന്റെ മഹത്വം നമുക്കറിയാൻ വേണ്ടുവോളം. പക്ഷെ നമ്മളെന്താ വിചാരിക്കുക? ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും സ്വഭാവം നന്നാവണം, ഞാൻ അടിച്ച്. ഇങ്ങനെയാണല്ലോ. എന്നോട് ഇടപെടുന്നവരൊക്കെ നല്ല സ്വഭാവത്തിലാവണം. എനിക്കത് കഴിയില്ല. ഞാൻ എൻ്റെ ദേഷ്യം തോന്നുമ്പോഴൊക്കെ പ്രകടിപ്പിക്കും, ഞാൻ ചീത്ത വിളിക്കും, ഞാൻ തോന്നിയ പോലെ ജീവിക്കും. അപ്പോ ഈ പറഞ്ഞ ഭൗതിക നേട്ടങ്ങളും പദവി, ആളുകളുടെ അഭിപ്രായം, ഭയം, മോഹം, ഇവയൊക്കെയാണ് പലപ്പോഴും നമ്മളെ സത്യം ഉൾക്കൊള്ളുന്നതിൽ തടയുന്നത്. അതുകൊണ്ട് ഹിർക്കലിൻ്റെ കഥ അത് വെറുമൊരു രാജാവിൻ്റെ കഥയല്ല, അത് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ കഥയാണ്. സത്യം അറിഞ്ഞാൽ മാത്രം പോരാ, സത്യത്തിന് കീഴടങ്ങാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അതാണ് യഥാർത്ഥ വിജയം. സത്യത്തെ അംഗീകരിച്ചു കൊടുക്കുകയും സത്യത്തിന്റെ വഴിക്ക് നമ്മളെ മുമ്പോട്ട് നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്, നമ്മളെ കൊണ്ടുപോകുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സഹാബത്തിനോട് പറഞ്ഞൊരു ഒരു ഹദീസ് ഉണ്ടല്ലോ, നമ്മളൊക്കെ പറയാറുള്ളതാണത്. ഇനിയാണ് നിങ്ങൾ വലിയ യുദ്ധത്തിലേക്ക് പോകാൻ പോണത്. എന്താണ് വലിയ യുദ്ധം? അത് നിങ്ങളുടെ മനസ്സിനോടുള്ള പോരാട്ടമാണ്, പിശാചിനോടുള്ള പോരാട്ടമാണ്. നന്മ ചെയ്യാൻ നന്മയ്ക്കൊരുങ്ങുമ്പോൾ, നല്ലതിന്റെ വഴിക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ പിശാച് പറയും, ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി, പിന്നെ ആവട്ടെ, ഈ റീലും കൂടെ കണ്ടു തീർന്നിട്ട് പള്ളിയിൽ പോവാം, ഇതും കൂടെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ആ നന്മന്റെ വഴിക്ക് പോകാം. പ്രളയം ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ പല സ്ഥലങ്ങളിലും, അല്ലേ? പൈസ നമ്മൾ വേറെ പല വഴിക്കും ചെലവഴിക്കുന്നുണ്ട്. നമുക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് 50 രൂപ കൊടുക്കാൻ നമുക്ക് പ്രയാസമാണ്. സഹായത്തിനായി നമുക്ക് അവിടെ പോകാൻ സമയമില്ല, നമ്മൾ ഇവിടെ വേറെ തിരക്കിലാണ്. അപ്പൊ നന്മകളുടെ വഴിയിലേക്ക് തിരിച്ചറിഞ്ഞ നന്മകളുടെ കൂടെ പോകാൻ ഒരു വിശ്വാസിക്ക് കഴിയുന്നില്ലെങ്കിൽ അവനെ പിന്നെ മുസ്ലിം ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സഹാബികളുടെ കൂട്ടത്തിൽ ചില കഥകളൊക്കെ, തബൂക്ക് യുദ്ധവുമായി നേരത്തെ പറഞ്ഞ തബൂക്ക് യുദ്ധത്തിൽ 3 സഹാബത്തിന്റെ കഥയുണ്ടല്ലോ ഖുർആൻ വിവരിക്കുന്നത്. പിന്നെ ആവട്ടെ പറഞ്ഞ് നബിയും സഹാബത്ത് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇവർക്ക് ബോധം വരുന്നത്. അതുകൊണ്ട് നമ്മളെ തന്നെ ഒന്നൊന്ന് ആലോചിക്കുക. ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലാണ് ഉണ്ടാവുക, അതല്ല നന്മേന്റെ വഴിക്ക് പോകാൻ നിൽക്കുന്നത്. സത്യം കേൾക്കുമ്പോൾ അതിന്റെ ഒപ്പം ചാടി ഇറങ്ങുന്ന സഹാബത്തിന്റെ ശീലം നമുക്കുണ്ടോ എന്നൊന്ന് ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വക കഥകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ, അങ്ങനെ നമ്മളെ മാറ്റാൻ, ശരിയായ വിശ്വാസത്തിന്റെ വഴിയിൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യവാനായ നാഥൻ നമ്മുടെ പാപങ്ങളും അബദ്ധങ്ങളും പിഴവുകളും എല്ലാം അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹുവേ, നിന്നോടാണ് ഞങ്ങൾ യാചിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവിധ വീഴ്ചകളും നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ അള്ളാഹു. ഏത് വഴിയാണോ സത്യത്തിൻ്റെതായി ഞങ്ങൾക്ക് മനസ്സിലായത്, അതിൽ ഞങ്ങളുടെ പാദങ്ങളെ അവസാനം വരെ നീ ഉറപ്പിച്ച് നിർത്തണമേ അള്ളാഹുവേ. ലോകത്ത് നീ ശാന്തിയും സമാധാനവും നൽകണേ അള്ളാഹുവേ.
ജലപ്രളയം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളിൽ, ഞങ്ങളുടെ നാട്ടുകളിൽ പല ആളുകളും. നാഥ, ജലത്തെ പിടിച്ചു നിർത്താൻ നിനക്കാണ് കഴിയുക. അള്ളാഹുവേ, എല്ലാ നാടും ശാന്തിയുടെയും സമാധാനത്തിൻ്റെതുമാക്കി തീർക്കണേ അള്ളാഹുവേ. രാഷ്ട്രീയമായി മുസ്ലിങ്ങൾ വലിയ പ്രയാസത്തിൽ, ഗസയിൽ ഇപ്പോഴും കുഴിമാടങ്ങൾക്ക് ഉള്ളിൽ അടക്കം ചെയ്യപ്പെടുന്നുണ്ട് ആളുകൾ. കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അള്ളാഹുവേ, സമാധാനം നൽകണേ അള്ളാഹുവേ. ഞങ്ങളെ കടങ്ങൾ വിട്ടിത്തരണേ അള്ളാഹുവേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹുവിൻ്റെ രോഗത്തിന് ശമനം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه واجعلنا من الذين يستمعون القول فيتبعون أحسنا. اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى اللهم وسلم على محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.